ആശമാർക്ക് ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക കൂടി അനുവദിച്ച സർക്കാർ ഇതോടെ 3 മാസത്തെ കുടിശ്ശികയും തീർത്തു. സമരം തുടങ്ങി 18ാം ദിവസമാണ് സർക്കാർ നടപടി. ആശമാരുടെ കാര്യത്തിൽ കടുംപിടുത്തം ഇല്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കൂടുതൽ നൽകണമെന്നത് തന്നെയാണ് നിലപാടെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ സമരം അവസാനിപ്പിക്കില്ലെന്നും ചെയ്ത ജോലിയുടെ ശമ്പളമാണ് ലഭിച്ചതെന്നും ആശമാർ വ്യക്തമാക്കി. അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ്. അപ്പം ഏറ്റവും കൂടുതൽ നൽകുന്ന കേരളത്തിന് തീർച്ചയായിട്ടും ഇനി കൂടുതൽ നൽകണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. ആശമാർക്ക് കൂടുതൽ നൽകണം എന്നുള്ള താല്പര്യവും ആഗ്രഹവും ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉള്ളത്. അപ്പോൾ ധനവകുപ്പുമായി കൂടി ചർച്ച നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ 7,000 രൂപ 21,000 രൂപ ആക്കണം എന്നുള്ളത് അത് നമുക്ക് ആ നിലയിലേക്ക് അത് അംഗീകരിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നുള്ളത്. ഏത് സമരത്തിലും ജനാധിപത്യമായിട്ടുള്ള സമീപനങ്ങളുണ്ടല്ലോ. പിന്നീടുള്ളത് 5 ലക്ഷം രൂപ എന്നുള്ളതാണ്. കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് 20,000 രൂപയാണ്. 20,000 രൂപയും 60-40 എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചാണ് അതിലൊരു കടുംപിടുത്തവും സംസ്ഥാന സർക്കാരിനില്ല. ജോലി ചെയ്ത കൂലി തന്നതിന് എന്ത് പറയാനാണ്? നമ്മൾ ഇത് വർദ്ധിപ്പിക്കാന്നല്ലേ ആവശ്യപ്പെട്ടത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, പെൻഷൻ അനുവദിക്കുക, ഇതാണ് നമ്മുടെ ഡിമാൻഡ്. ഓണറേറിയം എല്ലാ മാസവും കൃത്യമായിട്ട് നൽകുക. ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശികയല്ലേ തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും തീരുമാനമാകട്ടെ. ഓണറേറിയം വന്നില്ല എല്ലാവരുടെ അക്കൗണ്ടിൽ, ഉടനെ എത്തുമെന്നാണ് അറിഞ്ഞത്. ഇൻസെന്റീവ് വന്നിട്ടുണ്ട് ജനുവരിയിൽ. പിന്നെ ഇൻസെന്റീവ് ഏതെങ്കിലും മാസത്തെ ഗോപാൽ ശിലാസനിലും സ്വാന്തന സാജുവും വിശദാംശങ്ങൾ നൽകും. ആദ്യം ഗോപാലിലേക്ക്. ഗോപാലൊടുക്കം സർക്കാരിന് ആശമാർക്ക് മുന്നിൽ വഴങ്ങേണ്ടി വരുന്നു. കുടിശ്ശിക മൊത്തം കൊടുത്തു തീർക്കുകയാണ്. അപ്പോൾ ഈ 19 ദിവസം സമരം ചെയ്യേണ്ടി വന്നു ചെയ്ത ജോലിയുടെ ശമ്പളം കൂലി കൊടുത്തു തീർക്കാൻ. എന്താണ് അതിനെങ്കിലും സർക്കാർ നൽകുന്ന വിശദീകരണം? എന്തുകൊണ്ട് ഈ 3 മാസത്തെ കുടിശ്ശിക വൈകി എന്നതിൽ ആരോഗ്യമന്ത്രി എന്തെങ്കിലും വിശദീകരണം നൽകുകയുണ്ടായോ? ഇപ്പോൾ ഈ കുടിശ്ശിക തീർക്കുമ്പോഴും ആളുകളുടെ തലയെണ്ണി ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയുടെ ലാഞ്ചന ഈ ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രഖ്യാപനവും ആരോഗ്യമന്ത്രിയുടെ വാക്കുകളും എങ്ങനെയായിരുന്നു? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൊഴിൽ ചെയ്തതിൻ്റെ കൂലിയാണ് ഇവർക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് നേടിയെടുക്കുവാൻ വേണ്ടി, അതുകൂടി നേടിയെടുക്കുവാൻ വേണ്ടി ഇത്ര ദിവസം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. 18 ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ നടക്കിൽ സമരം കിടക്കേണ്ടി വന്നു. പല തരത്തിലുള്ള പ്രതിഷേധ നടപടികളിലേക്ക് നീങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മാസത്തെ കുടിശ്ശിക ഒരാഴ്ച മുൻപ് ഇത്തരത്തിൽ സർക്കാർ അനൗൺസ് ചെയ്തിരുന്നു. അത് അവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നിരുന്നു. ശേഷം മിച്ചമുണ്ടായിരുന്നത് ജനുവരി മാസത്തെ കുടിശ്ശികയും പിന്നീടുള്ള ഇൻസെന്റീവുമായിരുന്നു. ആ കുടിശ്ശികയും ഇൻസെന്റീവുമാണ് ഇപ്പോൾ ഇന്ന് ഇവർക്ക് അനുവദിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്ക് അറിയിപ്പുണ്ടായിരിക്കുന്നത്. ഇതിൽ ഇൻസെന്റീവ് തുകയും ഓണറേറിയം തുകയും അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ സമരത്തിൽ നിന്ന് ഇവർക്ക് പിന്മാറാനുള്ളൊരു കാരണമായി ഇതിനെ വിലയിരുത്താൻ സാധിക്കുകയില്ല. കാരണം ഇവർ സമരം ചെയ്തു വന്നിരുന്നത് കൂലി കിട്ടുക എന്നതിനപ്പുറത്തേക്ക് ഒരുപാടധികം അവരുടെ ജനകീയ പ്രശ്നങ്ങൾ, അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു 7,000 രൂപയായിട്ടുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക. കൂടാതെ തന്നെ ഈ ഓണറേറിയം അടക്കമുള്ള പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുക തുടങ്ങിയ അവരുടെ അത്യാവശ്യമായ ആവശ്യങ്ങളാണ് ഇവർ ഇത്ര ദിവസവും മുന്നോട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾ പരിഗണിക്കും വരെയും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല എന്ന നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോഴും സൈഫുദ്ദീൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ആരോഗ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അതായത് 2 കാര്യങ്ങളാണ് ഒരൊറ്റ വാചകം കൊണ്ട് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് 7% ആശാവർക്കർമാർ മാത്രമാണ് ഇത്തരത്തിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. 10,000 അല്ലെങ്കിൽ 20,000-ഓളം ആശാവർക്കർമാർ ഉള്ളയിടത്ത് 2,000-ൽ താഴെ ആൾക്കാർ മാത്രമാണ് ഈ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം ഈ മേഖലയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നും ക്യാൻസർ ക്യാമ്പയിൻ ഈ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് വലിയ രീതിയിൽ നടത്തുന്ന ഒരു ക്യാമ്പയിനാണ്. എല്ലാ മേഖലകളിലും വ്യാപിപ്പിച്ചുകൊണ്ടുള്ള ഈ ക്യാമ്പയിനെ ആശാവർക്കർമാരുടെ സമരം ബാധിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു വലിയ ജനകീയ സമരമായി കാണാൻ കഴിയുകയില്ല എന്നുള്ള ഒരു തരത്തിൽ ലാഘവത്തോടെ കാണുന്നു എന്ന് വേണം ആ ഒരു വിഷയത്തെ അങ്ങനെ നോക്കിക്കണ്ടാൽ നമ്മൾ പറയാൻ. മറുവശത്ത് ഇത്തരത്തിൽ ഞങ്ങൾ ഈ സമരം ചെയ്യുന്നവരുടെ കണക്കെടുക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ കൃത്യമായ ധാരണ ഇത് ആരൊക്കെയാണ് ഈ സമരത്തിലുള്ളത്, ഇതിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്, സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ ആരൊക്കെ എന്നതിൻ്റെ കൃത്യമായ ഒരു ധാരണയും കണക്കുമുണ്ട് എന്നതിൻ്റെ ഒരു സൂചന
അത്തരത്തിലേക്കുള്ളൊരു താക്കീതെന്നൊന്നും പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം കൃത്യമായി നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ആരോഗ്യമന്ത്രിയുടെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴും മറ്റൊരു കാര്യം, ഈ ആശാവർക്കർമാരുടെ ദുരിതത്തിന് കാരണം കേന്ദ്ര സർക്കാരാണ് എന്ന തരത്തിലേക്കുള്ള അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് ഇപ്പോഴും ആരോഗ്യമന്ത്രി. അതായത് ആരോഗ്യമന്ത്രി പറയുന്നത് ഇപ്പോഴും 100 കോടിയോളം രൂപ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാനുണ്ട്, ആശാവർക്കർമാരെ തൊഴിലാളികളായി പോലും കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ല എന്നും അതിനോടൊപ്പം തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഓണറേറിയം തുക അനുവദിക്കുന്നത് കേരളത്തിലാണ് എന്നുമുള്ള ആ സ്ഥിരം വാദങ്ങളൊക്കെ ഇന്നും ആരോഗ്യമന്ത്രി ആവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഏകദേശം 80% ആശാവർക്കർമാർക്ക് 10,000 രൂപയോളം ഓണറേറിയം കൃത്യമായി ലഭിക്കുന്നുണ്ട്. മറ്റുള്ള 13,200 രൂപ വരെ ഓണറേറിയം കൈപ്പറ്റുന്നവരുണ്ട് എന്ന വാദവും ഇന്നും ആരോഗ്യമന്ത്രി ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ഒന്നും, ആ വാദങ്ങളെയും ഈ വിശദീകരണങ്ങളെയും ഈ തുക അനുവദിച്ചത് കൊണ്ടും ഒന്നും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന നിലപാട് തന്നെയാണ് ഇവർ ആവർത്തിക്കുന്നത്. ശരി, ഗോപാൽ